രാഷ്ട്രീയത്തിൽ ഇടപെടുത്താൻ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമില്ല. ഞങ്ങളിപ്പോൾ പൊതുജനങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഗവൺമെൻറ്റിനെ കുറ്റം പറയാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് കഴിയുന്നതും വേഗം വീട് കിട്ടുകയാണെങ്കിൽ അതൊരു ഉപകാരം തന്നെയാണ്. കൽപ്പറ്റയിൽ വരുന്ന സർക്കാർ ടൗൺഷിപ്പിൽ എന്ന് താമസയോഗ്യമാക്കുമെന്നുള്ള കാര്യത്തിലുള്ള വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈക്കാർ തന്നെ ചില ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുണ്ട്, ആശങ്ക പ്രകടിപ്പിക്കരുത് എന്ന് പറയുന്നവരുണ്ട്, അനാവശ്യമായി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്ന് പറയുന്ന അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ നമ്മളുള്ളത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വീടുകളിൽ ഒന്നാണ്. അതായത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെയൊക്കെ കയറിയ വീടിൻ്റെ മുൻപിലാണ് നമ്മൾ. ഈ വീട്ടുടമസ്ഥൻ അസീസാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിതിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയാനായിട്ട് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഞങ്ങളെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ രാഷ്ട്രീയം ഞങ്ങളെ ഇടപെടുത്തരുത്, രാഷ്ട്രീയത്തിൽ ഇടപെടുത്താൻ ഞങ്ങളിപ്പോൾ രാഷ്ട്രീയമില്ല. ഞങ്ങളിപ്പോൾ പൊതുജനങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ജനങ്ങളാരെയും വെറുപ്പിക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായി തയ്യാറെടുപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇതിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് 178 വീട് ഉടനെ ഇപ്പോൾ ഞാൻ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പണി തീർന്നിട്ടേ താമസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കളക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പണി തീരാ അപ്പോൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ ശരി ഞങ്ങളുടെ പേരിലായിക്കോട്ടെ ഞങ്ങൾ താമസിക്കാൻ വന്നു. ഇപ്പോൾ ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റും ഇല്ല. കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് വീട് ഇപ്പം ആവശ്യമാണ്. ഓരോരുത്തരെ മാറാൻ പറയുന്നുണ്ട്, ഈ വാടക കൂടുതൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ നേരത്തെ ചെയ്ത് ഞങ്ങൾക്ക് മഴയ്ക്ക് മുന്നേ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ ഉപകാരമാണ്. ഇങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വീട് പണി വൈകുന്നു എന്നൊരു പ്രശ്നം. അങ്ങനെ ഇത് വീട് പണി അങ്ങനെ വൈകുന്നൊന്നുമില്ല. ഞാൻ സ്ഥിരം വരുന്ന ഒരാളാണ്, ഞാൻ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അവർ വൈകുന്നൊന്നുമില്ല. അവർ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് താമസയോഗ്യമാക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏതായാലും ഈ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേന് മെയ്യിൽ ഒരു ഫസ്റ്റ് ആകുമ്പോഴത്തേന് മഴ വരുമ്പോഴത്തേന് എന്തായാലും ഇവിടെ താമസത്തിന് സൗകര്യപ്പെടുത്തി തരാമെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കളക്ടർ സാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനം. ഞങ്ങൾക്കൊരു പ്രശ്നവും ഇതിൽ ഈ ടൗൺഷിപ്പിലില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇത്രയാൾ പിന്നെ ഏതെങ്കിലും വീട്ടുകൾ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, തെറ്റുകൾ പറയുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ നമ്മളൊരു അഭിപ്രായത്തിൽ നമുക്കൊരു ഇതിനെപ്പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുമില്ല. പറഞ്ഞതുപോലെയൊക്കെ അവർ കറക്റ്റായിട്ട് ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാനും അവരുടെ ഭാഗത്ത് ഞങ്ങളുടെ ഒരു തെറ്റ് വരാനും ഇല്ല. കൃത്യമായിട്ട് തന്നെ അത് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടു 178 വീട് ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആദ്യം തരണം, നറുക്കെടുത്ത് ഞങ്ങൾക്ക് ആദ്യം തരണം എന്ന് പറഞ്ഞ് മന്ത്രിയായിട്ട് അത് ചർച്ച ചെയ്ത് ഉടനെ തന്നെ ഞങ്ങൾക്കത് കൈകാര്യം ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പണി തീർന്നിട്ടേ താമസിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നറുക്കെടുത്ത് വീട് നിങ്ങൾ കൈവശം വെച്ചോളി. എല്ലാം രജിസ്റ്ററൊക്കെ കഴിഞ്ഞതാണ്, എല്ലാം ഇപ്പോൾ വീട് നമ്മളെ സ്വന്തമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഓക്കെ അത് മതി. അപ്പോൾ അങ്ങനെ ഒരു വാക്കിൽ മേലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഗവൺമെൻറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്നതും വേഗം വീട് കിട്ടുകയാണെങ്കിൽ അതൊരു ഉപകാരം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങളിനി ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ആരോടും കംപ്ലയിൻറ്റ് പറയേ ഞങ്ങൾ വിഷമം പറയേ ഒരു രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ ആരും പോയിട്ടില്ല. ഈ 178 കുടുംബങ്ങളെ ഒരുമിച്ച് താമസം മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പിന്നെ ഇതിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ഇപ്പോൾ മേലെ ഭാഗത്തെ വീടുകളൊക്കെ മറ്റേ മതിൽ ഇതൊക്കെ ഒരുപാട് പണി നടക്കാണ്ട്. ഇപ്പോൾ അവർ വിചാരിച്ചാൽ ഒരു മാസം കൊണ്ട് തീരാനേ ഉള്ളൂ. എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പണിയെടുക്കുകയാണെങ്കിൽ വേം തീരാനേ ഉള്ളൂ. ഏപ്രിൽ അവസാനം മെയ് ഫസ്റ്റോടെ തീർന്ന് വീട് കൊടുക്കാൻ സാധ്യതയുണ്ടാവും. എന്തായാലും ഏപ്രിൽ അവസാനത്തോടു കൂടി തന്നെ ഇവരെ ഇങ്ങോട്ട് അല്ലെങ്കിൽ പൂർണ്ണമായും ഈ 178 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യമെന്ന്. കാരണം മെയ് മാസത്തോടു കൂടി മഴ ആരംഭിക്കാൻ പാടില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് ഗതിയിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് അതായത് ഏപ്രിൽ അവസാനത്തോടു കൂടി തന്നെ ഇവരേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഈ മുണ്ടക്കൈക്കാരെ വലിച്ചിഴക്കരുത് എന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.